സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമലയിലെ മോഷണം മുഴുവൻ നടന്നത് ഇടത് സർക്കാരിന്റെ കാലത്തെന്ന രമേശ് ചെന്നിത്തല. ദേവസ്വം മന്ത്രിമാരും ദേവസ്വം പ്രസിഡന്റുമാരുമാണ് പ്രതികൾ. അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണക്കടത്താണ് നടന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റിയത് കൊണ്ട് മാത്രം രക്ഷപ്പെടാനാകില്ലെന്നും ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ 30 മുതൽ മൊഗ്രാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് ജില്ലയിൽ മുതിർന്ന നേതാക്കളെയും പ്രൊഫഷണലുകളെയും ഇറക്കി ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി CPIM. LDF-ൽ സീറ്റ് വിഭജന ചർച്ച ഏതാണ്ട് പൂർത്തിയായി. ശ്രീകൃഷ്ണ മന്ദിർ റോഡ് കോൺക്രീറ്റ് ഡ്രെയിനേജ് സൈറ്റ് ഇന്റർലോക്ക് പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. മിനിമം വേതനം 26,000 രൂപയാക്കണമെന്ന ആവശ്യം. ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു. കാനറ ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഹോസ്ദുർ കാർഷിക വികസന ബാങ്ക് ഹാളിൽ നടന്നു. AKBEF ജില്ലാ സെക്രട്ടറി ജയരാജൻ KV ഉദ്ഘാടനം ചെയ്തു. ചെന്തളം പുതിയ വളപ്പ് ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം 2026 ഏപ്രിൽ 3, 4, 5 തീയതികളിൽ രാശിചിന്തയും ആഘോഷ കമ്മിറ്റി രൂപീകരണവും നടന്നു. വാർത്തകൾ വിശദമായി. ശബരിമലയിലെ മോഷണം മുഴുവൻ നടന്നത് ഇടത് സർക്കാരിന്റെ കാലത്തെന്ന് രമേശ് ചെന്നിത്തല. ദേവസ്വം മന്ത്രിമാരും ദേവസ്വം പ്രസിഡന്റുമാരുമാണ് പ്രതികൾ. അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണക്കടത്താണ് നടന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റിയത് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ ആകില്ലെന്നും ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു. കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്നും ചെന്നിത്തല. ഇടതുഭരണമാണ് ദേവസ്വത്തെ പരിപൂർണമായി കൊള്ളക്കാരുടെ കേന്ദ്രമാക്കി മാറ്റിയത്. ഇപ്പം അത് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് സ്വീകരിക്കുന്നത്. ജയകുമാർ നല്ല ആളാണ്, ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വരുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ദേവസ്വത്തെ കട്ടുമുടിച്ചവരാണിവർ. ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്ന എന്താണ്? ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റുന്നു. അത് ഒരു മുരാരി ബാബുവോ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമല്ലല്ലോ ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൻ്റെ പിന്നിലുള്ള വൻ സ്രാവുകൾ രക്ഷപ്പെടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വൻ തോക്കുകൾ രക്ഷപ്പെടുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഉത്തരവാദിത്തമില്ലേ? ദേവസ്വം മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ലേ? അപ്പോൾ അവരെ മുഴുവൻ രക്ഷപ്പെടുത്താനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഇന്ന് ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ടുപോയ ആളുകൾ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു CBI അന്വേഷണം വേണമെന്ന്. കാരണം ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട് വരെ ഉണ്ട്. അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് ലോബിയുമായി ബന്ധമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അത് കേരള പോലീസിന് എങ്ങനെ അന്വേഷിക്കാൻ കഴിയും? അപ്പോൾ ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ള, അതിൻ്റെ പിന്നിൽ വൻ ശക്തികളുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, ദേവസ്വം മന്ത്രിമാരുണ്ട്. അവരെ ആരെയും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. അവിടുത്തെ ജീവനക്കാർ 2-3 പേരെ റിമാൻഡ് ചെയ്തതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും പുറത്തു കൊണ്ടുപോകുന്നതിന് മുമ്പ് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷനുമായും ഹൈക്കോടതി ബെഞ്ചുമായി ആലോചിക്കാതെ കൊണ്ടുപോകരുതെന്ന്. മാത്രമല്ല ദേവസ്വം മാനുവലിൽ തന്നെ പറയുന്നുണ്ട്, അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ ശബരിമലയിൽ വെച്ച് തന്നെ നടത്തണം. ഇത് കോടതി പറയുന്നതിന് മുമ്പ് തന്നെ ദേവസ്വം മാനുവലിലുള്ള കാര്യമാണ്. അതൊന്നും പാലിക്കാതെ ഈ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഇതിൽ വലിയ അഴിമതി നടത്താൻ വേണ്ടിയാണ്. ആ അഴിമതികളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ കള്ളന്മാരെ പിടിക്കുന്നില്ല, അവർ രക്ഷപ്പെടുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഈ ഗവൺമെൻറ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരറിയാതെ ഈ കൊള്ള നടക്കില്ല. അപ്പോൾ കേരളത്തിലെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
ഇതിൽ യഥാർത്ഥ പ്രതികളായിട്ടുള്ള ആളുകൾ, മന്ത്രിമാരടക്കമുള്ള ആളുകളുടെ പേരിൽ ദേവസ്വം മന്ത്രിമാരും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും പേരിൽ നടപടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ 30 മുതൽ മൊഗ്രാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ 30 മുതൽ ജനുവരി 3 വരെ മൊഗ്രാൽ ഗവൺമെന്റ് VHSൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായ സമയത്ത് കുമ്പളയിലേക്ക് നമ്മൾ 2011 ജില്ലാതല സ്കൂൾ കലോത്സവം കൊണ്ടുവന്നപ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ അതിൻ്റെ ഫിനാൻസ് കമ്മിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദിവസങ്ങളോട് സ്പോൺസർഷിപ്പിന് പോയ ഒരു ഓർമ്മ ഇപ്പോഴും മനസ്സിലുണ്ട്. അതിനുശേഷം MLA ശേഷം ജില്ലാതല കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ജില്ലാ പഞ്ചായത്താണ് ഇതിൻ്റെ സ്കൂളുകളൊക്കെ വരുന്നതിന് നടത്തിപ്പ് ചുമതലയുള്ളത്. മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് ഒരു പ്രാവശ്യം ഈ കലോത്സവം തരണമെന്ന് MLA ആയ ആദ്യ വർഷം മുതൽ ഞാനിങ്ങനെ റിക്വസ്റ്റ് വെച്ചിരുന്നു. പക്ഷെ ഇതിപ്പോൾ കിട്ടിയ സമയം സത്യത്തിന് ഒരു സംഘാടക സമിതിക്കും ഇല്ലാത്ത രീതിയിൽ ഒന്ന് SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ആക്റ്റീവായി നിൽക്കേണ്ട ഒരു ഘട്ടം. 2, നാളെയോ മറ്റന്നാളോട് കൂടി ഇലക്ഷനും കൂടി പ്രഖ്യാപിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും തന്നെ ഗ്രാസ് റൂട്ടിൽ ഒറ്റ അജണ്ട വെച്ച് ക്യാമ്പയിൻ നടത്തുന്ന ഒരു സമയം കൂടി എല്ലാം ജോയിനായി നമ്മുടെ മുമ്പിൽ എത്തുന്ന സമയത്താണ് മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ സാംസ്കാരിക നഗരി എന്ന് വിശേഷിപ്പിക്കുന്ന മൊഗ്രാലിലെ ഈ വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കലോത്സവത്തിൻ്റെ സന്തോഷ വാർത്ത നമ്മുടെ മുമ്പിലേക്ക് എത്തിയാണ്. എന്നെ ഉടനെ PTA പ്രസിഡന്റ് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ മനസ്സിന് നല്ല സന്തോഷവും തോന്നി. കൂടെ ഈ ഒരു ആശങ്കയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനത് ഓരോ സംസാരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു. എന്തായാലും നമുക്കിപ്പോൾ നമ്മളതിൻ്റെ ഡേറ്റ് ചെയർപേഴ്സൺ ഇവിടെ സൂചിപ്പിച്ചു. ഡിസംബർ 20-ാം തീയതി പുതിയ ഭരണസമിതി വരുന്ന സമയമാണ്. ഏതായാലും ഒരു ഭരണസമിതി വന്നതിന് ശേഷം ഡിസംബർ അവസാന ആഴ്ച നമുക്ക് ഈ ഡേറ്റൊക്കെ ഒന്ന് നിശ്ചയിച്ച് കലോത്സവം നടത്തേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങിയ സ്ഥിതിക്ക് പ്രത്യേകിച്ച് മൊഗ്രാലിൽ നിന്ന് ധാരാളം പുറത്തുള്ള ആളുകളുണ്ട്. മൊഗ്രാലിനെ സംബന്ധിച്ചിടത്തോളം മൊഗ്രാലുകാർ ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഏറ്റവും മികച്ച രീതിയിൽ നടത്തിയ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ്. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ SN സരിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല സിദ്ദിഖ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർല, DDE റോഹിൻ രാജ്, കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് SM താഹിറ, VS ബിനി തുടങ്ങിയവർ സംബന്ധിച്ചു. എന്നാൽ ഭാരവാഹികൾ പട്ടിക പൂർത്തിയാക്കാത്തതിനാൽ സബ് കമ്മിറ്റികളായില്ല. സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വിവിധ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തി സബ് കമ്മിറ്റി വിപുലീകരിക്കുന്നതിനായി അടുത്ത ദിവസം യോഗം ചേരുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മൊഗ്രാൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിൽ മുതിർന്ന നേതാക്കളെയും പ്രൊഫഷണലുകളെയും ഇറക്കി ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി CPIM. LDF-ൽ സീറ്റ് വിഭജന ചർച്ച ഏതാണ്ട് പൂർത്തിയായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായി VV രമേശൻ മത്സരിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാമിനെയാണ് പരിഗണിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ LDF-ൽ സീറ്റ് വിഭജന ചർച്ച അന്തിമഘട്ടത്തിൽ. CPIM-ൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുതൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങുന്നു. ഭരണമുറപ്പുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ അധ്യക്ഷന്മാരുടെയും ജില്ലാ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളുടെയും പട്ടിക CPM ജില്ലാ ഏരിയ കമ്മിറ്റികൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചു. വരും ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ സ്ഥാനാർത്ഥി പട്ടിക കൂടി ലോക്കൽ കമ്മിറ്റികളിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ച ശേഷം കീഴ്ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യും. പിലിക്കോട് CPM ജില്ലാ കമ്മിറ്റി അംഗം E കുഞ്ഞിരാമനും പടന്നയിൽ ജില്ലാ കമ്മിറ്റി അംഗം PC സുബൈദയും വലിയപറമ്പിൽ നിലവിലെ സ്ഥിരം സമിതി അധ്യക്ഷ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം EK മല്ലികയും
കയ്യൂർ ചീമേനിയിൽ ഏരിയ കമ്മിറ്റി അംഗം MPV ജാനകിയും ചെറുവത്തൂരിൽ ഏരിയ കമ്മിറ്റി അംഗം നാരായണനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മേൽക്കമ്മിറ്റി തയ്യാറാക്കിയ പട്ടികയിലുള്ളത്. ചെറുവത്തൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന T നാരായണൻ നേരത്തെ സ്ഥാനം ഒഴിഞ്ഞിരുന്നു. തിമിരി ലോക്കൽ സെക്രട്ടറിയായ MPV ജാനകിക്ക് സ്ഥാനം ഒഴിയേണ്ടി വരും. UDFന്റെ കയ്യിലുള്ള പടന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഇത്തവണ LDFിലേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഇക്കാരണത്താൽ 2 തവണ തുടർച്ചയായി മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന പാർട്ടി നിർദ്ദേശത്തിൽ നിന്നും 4 തവണ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്ന PC സുബൈദയ്ക്ക് ഇളവ് ലഭിച്ചു. നീലേശ്വരം ബ്ലോക്ക് പരിധിയിൽ വരുന്ന ജില്ലാ പിലിക്കോട് ഡിവിഷൻ ഇത്തവണയും RJDക്ക് നൽകും. CPM ശക്തി കേന്ദ്രമായ ഇവിടെ 2ാം തവണയും RJDക്ക് നൽകുന്നതിൽ പാർട്ടി പ്രവർത്തകരിൽ അമർഷമുണ്ട്. കഴിഞ്ഞ തവണ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച RJDയിലെ M മനുവിനെ ഇവിടെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ജില്ലാ പഞ്ചായത്ത് പട്ടികവർഗ സംവരണ ഡിവിഷനായ കയ്യൂരിൽ ഒക്ലാവ് കൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും. SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ സരീന സലാമിനെ ജില്ലാ പഞ്ചായത്ത് ചെറുവത്തൂർ ഡിവിഷനിൽ മത്സരിപ്പിക്കാനാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ സ്ഥാനാർത്ഥിയായി CPM ജില്ലാ കമ്മിറ്റി യോഗം നിശ്ചയിച്ച സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ അതിയാമ്പൂർ വാർഡിൽ നിന്ന് മത്സരിക്കും. അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് ലോക്കൽ സെക്രട്ടറി VV തുളസിയെയാണ്. വെള്ളിയാഴ്ച നടന്ന CPM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ കാഞ്ഞങ്ങാട് നഗരസഭയിൽ മഹമ്മൂദ് മുറിയനാവി കുശാൽ നഗർ വാർഡിൽ മത്സരിക്കും. രമേശൻ ചെയർമാനായിരുന്ന മുൻ ഭരണസമിതിയിൽ സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു മഹമ്മൂദ്. ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ രമേശനും മഹമ്മൂദും മാത്രമാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലേക്ക് മത്സരിക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗവും നിലവിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ K സബീഷിനെ ജില്ലാ പഞ്ചായത്തിലേക്ക് മടിക്കൈ ഡിവിഷനിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗവും കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി യോഗവും അംഗീകരിച്ചു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മൂലക്കണ്ടം പ്രഭാകരൻ മത്സരിക്കും. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിലെ മെമ്പറും അമ്പലത്തറ ലോക്കൽ സെക്രട്ടറിയുമായ ഡോക്ടർ CK സബിത സ്ഥാനാർത്ഥിയാകും. DYFI മുൻ നേതാവ് ഷാജീവനെയാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ 6 ഡിവിഷനുകളിലാണ് കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത്. ഇതിലൊന്നിൽ CPI ആണ് മത്സരിക്കുന്നത്. ബാക്കി 5 ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ഏരിയ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി. ശ്രീകൃഷ്ണ മന്ദിർ റോഡ് കോൺക്രീറ്റ് ഡ്രെയിനേജ് സൈഡ് ഇന്റർലോക്ക് പണി പൂർത്തീകരിച്ച നാടിന് സമർപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ മന്ദിർ റോഡ് കോൺക്രീറ്റ് ഡ്രെയിനേജ് സൈഡ് ഇന്റർലോക്ക് പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. ജനങ്ങളുടെ ഏറെ നാളത്തെ യാത്രാ ദുരിതത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഒരു പ്രധാന റോഡ് അതിനെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഭരണസമിതിയുടെ ലക്ഷ്യം. നഗരത്തിലെ ഗതാഗത കുരുക്കുണ്ടാവുമ്പോൾ പലപ്പോഴും എല്ലാ വാഹനങ്ങളും ആശ്രയിക്കുന്ന ഒരു റോഡാണിത്. അത് ഏറ്റവും മനോഹരമാക്കി ഏറ്റവും വീതി കൂടിയ രൂപത്തിലേക്ക് കോൺക്രീറ്റ് റോഡാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. 35 ലക്ഷം രൂപ ചെലവിൽ ഏകദേശം നല്ല സംവിധാനത്തോടു കൂടിയിട്ടുള്ള ഡ്രെയിനേജ്, അതുപോലെ തന്നെ 60 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കോൺക്രീറ്റും ഇൻ്റർലോക്കും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക്, കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ നേരിട്ട് ഇവിടെ നിന്ന് എത്തുന്ന രൂപത്തിലേക്ക് ഒരു ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് ഈ റോഡ് വിഭാവനം ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വില കൊടുത്ത് ഭൂമി വാങ്ങിച്ച് അല്ലെങ്കിൽ റോഡിന് നഷ്ടപരിഹാരം നൽകാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറ്റാറില്ല. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് അത്തരത്തിലുള്ള റോഡിൻ്റെ വീതി കൂട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താറുള്ളത്. അപ്പോൾ അതിവിടെ സാധ്യമാക്കിയിട്ടുള്ള ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളെയൊക്കെ ഈ ഒരു സമയത്ത് നന്ദിയോടെ സ്മരിക്കുകയാണ്. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ K ലത, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K അനീഷൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P അഹമ്മദ് അലി, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ K പ്രഭാവതി, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ KV സരസ്വതി, വാർഡ് കൗൺസിലർ അശോക് കുമാർ, നഗരസഭാ സെക്രട്ടറി ഷിബു MK, നഗരസഭാ എഞ്ചിനീയർ ചന്ദ്രൻ KV, കോൺട്രാക്ടർ അജിത് കുമാർ C എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.
നിരവധി ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മിനിമം വേതനം 26,000 രൂപയാക്കണമെന്ന ആവശ്യം. ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്നും NHM സ്ഥിരം സംവിധാനമാക്കണമെന്നും മിനിമം വേതനം 26,000 ആക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കുന്നുമ്മൽ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. അവരെല്ലാം ചേർന്ന് ഏതാണ്ട് രാജ്യത്തിനകത്ത് 1 കോടി രൂപ ഈ സ്കീം മേഖലയിൽ തൊഴിലാളികൾ പണിയെടുക്കുകയാണ്. എന്താ അവരുടെ വരുമാനം? ഇന്നത്തെ രാജ്യത്തെ സാമൂഹിക സാഹചര്യത്തിൽ പട്ടിണി കിടക്കാതെ ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വരുമാനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല രാജ്യത്തിനകത്തെ ഗവൺമെന്റിനുണ്ടാകുന്നുണ്ട്. എന്താ ഗവൺമെന്റ് എന്താ പറയുന്നത്? രാജ്യത്തെ ഗവൺമെന്റ് പറയുന്നു തൊഴിലാളികളല്ല, പിന്നെ ആരാ? സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിലാണ് ഞങ്ങൾ അംഗന്മാരെ, വർക്കന്മാരെ, ആശാ വർക്കന്മാരെ, ഉച്ചഭക്ഷണ തൊഴിലാളികളെ എല്ലാം കാണുന്നത്. NHM മേഖലയിൽ പണിയെടുക്കുന്ന നഴ്സുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ കാണുന്നത്. അപ്പൊ സന്നദ്ധ വളണ്ടിയർമാർക്ക് ശമ്പളം നൽകേണ്ടതില്ല. സന്നദ്ധ വളണ്ടിയർമാർക്ക് ഓണറേറിയമാണ്. ഒരു പ്രത്യേക വയോജനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറാവും. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VV പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ, A മാധവൻ, P സുനിത, KT സവിതകുമാരി, M മഞ്ജുഷ, PV പ്രീത, നിർമ്മല ബേടകം, P ബീന എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി E രമണി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാനറ ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഹോസ്ദുർഗ കാർഷിക വികസന ബാങ്ക് ഹാളിൽ നടന്നു. AKBEF ജില്ലാ സെക്രട്ടറി ജയരാജൻ KV ഉദ്ഘാടനം ചെയ്തു. കാനറ ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഹോസ്ദുർഗ കാർഷിക വികസന ബാങ്ക് ഹാൾ വെച്ചാണ് നടന്നത്. AKBEF ജില്ലാ സെക്രട്ടറി ആനന്ദ് MK ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്നും അല്ലെങ്കിൽ മന്ത്രിയിൽ നിന്നും നമുക്കൊരു 2 സ്റ്റേറ്റ്മെൻറ്റുകൾ മാധ്യമപ്രവർത്തകർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ 2 സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇന്ത്യയിലത്തെ ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇന്ത്യക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് മന്ത്രി പറയുകയുണ്ടായി. അതേപോലെ തന്നെ ഇനി ബാങ്കുകൾ ഇപ്പോൾ ദേശസാൽക്കരിച്ചിട്ടുള്ള ബാങ്കുകൾ തിരിച്ച് പ്രൈവറ്റൈസ് ചെയ്താലും അത് ഇന്ത്യയെ ബാധിക്കില്ല, ഇന്ത്യൻ എക്കണോമിയെ ബാധിക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറയുകയുണ്ടായി. ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് ബാങ്കുകളുടെ പ്രൈവറ്റൈസേഷൻ എന്നുള്ളത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ്. അപ്പം അത് ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വളരെയധികം തെറ്റാണെന്ന് നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഒരു ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള കുറച്ച് കാലയളവിൽ ഇവിടുത്തെ ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബാങ്കുകൾ ഒരു രാജ്യത്തിന് മൊത്തം ബാങ്കുകളായി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരുടെ ബാങ്കുകളായി മാറുന്നത് ഈ നാഷണലൈസേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു വലിയ പ്രോസസ്സിലൂടെയാണ്. AAB എന്ന ഒരു പ്രസ്ഥാനം 1946 രൂപീകരിച്ചതിന് ശേഷം AABയുടെ മാത്രമുള്ള ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ആ സമയത്ത് ഇന്ദിരാഗാന്ധി സർക്കാർ നാഷണലൈസേഷനിലേക്ക് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. കാനറ ബാങ്ക് കാസർഗോഡ് റീജിയണൽ ഡിവിഷണൽ മാനേജർ സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. EK രാജീവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AV ജയപ്രകാശൻ, സൊസൈറ്റി സെക്രട്ടറി മഹാദേവൻ MG എന്നിവർ സംഘടനാ വിശദീകരണം നടത്തി. TV രാജേഷ് സ്വാഗതം പറഞ്ഞു. AKBEF ജില്ലാ ചെയർമാൻ PV സുബ്രഹ്മണ്യൻ, AKBJF ജനറൽ സെക്രട്ടറി അതിരഥൻ KN, സംസ്ഥാന നേതാക്കളായ വിശ്വഭാരതി MG, രാജേന്ദ്രൻ AM, മണികണ്ഠൻ A, സന്തോഷ് കുമാർ K, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ KV, തരംഗം കാസർഗോഡ് സെക്രട്ടറി ഹരിശങ്കർ VV, അശോകൻ T, ചന്ദ്രൻ P, K കിഷൻ,
പ്രജീഷ് KV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ് വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. ചെന്തളം പുതിയ വളപ്പ് ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം 2026 ഏപ്രിൽ 3, 4, 5 തീയതികളിലായി നടക്കും. രാഷ്ട്രചിന്തയും ആഘോഷ കമ്മിറ്റി രൂപീകരണവും നടന്നു. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര പരിധിയിലെ കരിച്ചേരി തറവാട് കോയ്മയായുള്ള ചെന്തളം പുതിയ വളപ്പ് ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം ഏപ്രിൽ 3, 4, 5 തീയതികളിലായാണ് നടക്കുന്നത്. തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള രാഷ്ട്രചിന്തയും ആഘോഷ കമ്മിറ്റി രൂപീകരണവും നടന്നു. ദേവസ്ഥാനത്ത് വെച്ചാണ് യോഗം നടന്നത്. ഉത്തര മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിന് പ്രധാനപ്പെട്ട 2-3 ചടങ്ങുകളുണ്ട്. ഇന്ന് കലവറ നടക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് ഈ ഉത്സവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാഗ്രഹപൂർവ്വം പ്രൗഢഗംഭീരമായ രീതിയിൽ നടത്തേണ്ട ഒന്നാണ്. അതിൽ നമ്മുടെ പങ്കാളിത്തം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കുറിച്ചതാണ്. തങ്ങളാലാകുന്ന ഒരു ദിവസത്തെ വേതനം അല്ലെങ്കിൽ 2 ദിവസം 4-5 മാസമുണ്ട്. ഏപ്രിൽ മാസത്തിലാണ് തോന്നുന്നത് തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസം ബാക്കിയുണ്ട് നമുക്ക് ഈ ഉത്സവം നടത്താൻ. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി 30 ദിവസത്തിൽ നിന്ന് 300 രൂപ മാറ്റിവെച്ചാൽ 4 മാസം കൊണ്ട് നമുക്ക് 1200 രൂപ ഉണ്ടാക്കാൻ പറ്റും. ആ 1200 കൊണ്ട് കലവറ നടക്കുന്ന അന്നേ ദിവസത്തെ പലവ്യഞ്ജനങ്ങളിൽ അല്ലെങ്കിൽ അരിയിൽ, ഇവിടെ കത്തിക്കേണ്ട എണ്ണയിൽ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന തേങ്ങയിൽ, ഇതൊക്കെ നമുക്ക് ഭാഗമാത്രമാക്കാൻ സാധിക്കും. പണ്ട് തന്നെ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നമുക്ക് നാട്ടിലൊക്കെ പോയി പിരിവെടുക്കുന്ന സ്വഭാവം പാടില്ലാത്തതാണ്. പലപ്പോഴും അങ്ങനെ നടത്താൻ കുറവാണ്. എന്തായാലും ഗത്യന്തരമില്ലാതെ ചില ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട 2-3 ആളെ കണ്ടു ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സഹായിക്കണമെന്ന് പറയുന്നത് സ്വാഭാവികതയാണ്. പക്ഷെ അങ്ങനെ നമുക്കൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ കലവറയുടെ മുമ്പിൽ ഒരു ഓഫീസ് ഉണ്ടാവും. ആ ഓഫീസിൽ പോയി ഈ ഉത്സവത്തിൽ നമുക്കും പങ്കുചേരാൻ കയ്യാൽ വകുന്നതിൽ നമുക്ക് നൽകി റസീത് വാങ്ങി പോകുമ്പോഴും നമുക്ക് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. ബാത്തൂർ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ഷാജി EK അധ്യക്ഷത വഹിച്ചു. പി ദാമോദരൻ, ജയശ്രീ NS, പി ഗോപി, കരിച്ചേരി കുഞ്ഞമ്പു നായർ കൊല്ലറങ്കോട്, നാരായണൻ കൊളത്തൂർ, പി അശോകൻ, നാരായണൻ നായർ പുതിയകണ്ടം, ചന്ദ്രൻ വെളിച്ചപ്പാടൻ, H നാഗേഷ്, കെ ബാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, അനിൽ മടിക്കൈ, N ബാലചന്ദ്രൻ, കാട്ടൂർ തമ്പാൻ നമ്പ്യാർ, രാജേഷ്, ബിജു ബാത്തൂർ, H ബിജു ബാത്തൂർ എന്നിവർ സംസാരിച്ചു. ഭരണസമിതി സെക്രട്ടറി പി സുരേഷ് കുമാർ സ്വാഗതവും ജയൻ നന്ദിയും പറഞ്ഞു. മാർച്ച് 15-ന് കൂവമളക്കൽ നടക്കും. ന്യൂസ് ബ്യൂറോ, അട്ടെങ്ങാനം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗം നടന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് അസോസിയേഷൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി KV കോമളവല്ലി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ സ്ഥാനവും പങ്കും ഉറപ്പാക്കുന്നതിന് നടത്തുന്ന സ്ത്രീ ശാക്തീകരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അതിലൂടെ മാത്രമേ സമത്വം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് അസോസിയേഷൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി KV കോമളവല്ലി പറഞ്ഞു.
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും വനിതാ കമ്മിറ്റി രൂപീകരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിലും ഒരു സംഘടനാ പ്രവർത്തനം നടത്തുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ആ വിർച്വൽ മീറ്റിംഗിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മൾ ജോലി ചെയ്യുന്ന നമുക്ക് പെൻഷൻ തരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വളർച്ചയെ കുറിച്ചാണ്. അത് ഈ നടപ്പ് സാമ്പത്തിക വർഷം പൊതുമേഖലാ ബാങ്കുകളുടെ മൊത്തം ലാഭം 93 ലക്ഷത്തിൽ അധികമാണ്. ആ മൊത്തം ലാഭത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാത്രം പങ്ക് 39 ലക്ഷമാണ്. അത് ഒരു ചെറിയ സംഗതിയല്ല. അതുപോലെ ബിസിനസിന്റെ കാര്യത്തിൽ 100 ലക്ഷം കോടിയാണ് ഇന്ത്യയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 100 ലക്ഷം കോടി പിന്നിട്ടതിൽ അതിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് തീർച്ചയായും നമ്മുടെ പെൻഷൻ പരിഷ്കരണം, നമ്മുടെ ഒട്ടനവധി അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. അത് നമ്മുടെ ബാങ്ക് പുരോഗതിയിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് അത് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ ലോക നിലവാരത്തിൽ സ്റ്റേറ്റ് ബാങ്ക് വളരെ മുൻപിലാണ്. അത് എല്ലാ മേഖലയിലും, വിശ്വാസ്യതയുടെ മേഖലയിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായും ഒരു പോസിറ്റീവ് എനർജി നമ്മൾ പെൻഷൻകാർക്ക് അതുവഴി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് പി വി രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വി മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ പത്താനത്ത്, കെ പത്മനാഭ ഭട്ട്, ജോയിന്റ് സെക്രട്ടറി എം കൃഷ്ണൻ, എച്ച് ശങ്കർ പൈ, കെ വി കൃഷ്ണൻ, എം വിജയൻ എന്നിവർ സംസാരിച്ചു. പി വി വിജയൻ, കെ പി കരുണാകരൻ നമ്പ്യാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വനിതാ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റായി സുധ ടി ആറിനെയും വൈസ് പ്രസിഡന്റായി ജാനകി പി എയും സെക്രട്ടറിയായി രുക്മിണി രാജേഷിനെയും ജോയിന്റ് സെക്രട്ടറിയായി ഗംഗ എയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂർപെരിയ യൂണിറ്റ് കുടുംബമേള നടന്നു. പുല്ലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂർപെരിയ യൂണിറ്റ് കുടുംബമേള നടന്നു. പുല്ലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും നമ്മുടെ സാമൂഹ്യ വിഷയങ്ങളിൽ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ ആളുകളും. സർവീസ് പെൻഷനേഴ്സിൻ്റെ അവകാശങ്ങളും അതുപോലെ അവരുടെ വിഷയങ്ങളും മാത്രമല്ല, നാടിൻ്റെ പൊതുവിഷയങ്ങളിലും നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും നാട്ടിലെ എല്ലാ പൊതുമണ്ഡലത്തിലും നിങ്ങൾ ഓരോരുത്തരും സജീവ സാന്നിധ്യമാണ് എന്നുള്ളത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണത എത്തണമെങ്കിൽ നമ്മളെപ്പോഴും ഒരു പൊതുധാരയിൽ പ്രവർത്തിക്കുന്നവരും സാമൂഹ്യ ജീവിതത്തിൽ പങ്കാളികളായിരിക്കാം. നമ്മുടെ പുതിയ തലമുറയും പഴയ തലമുറയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പൊതുവായ വിഷയങ്ങളിൽ നിന്നും യുവതലമുറ പാടെ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാമൂഹ്യ വിഷയങ്ങളിലോ നാടിൻ്റെ വികസന വിഷയങ്ങളിലോ ഒന്നും താല്പര്യമില്ലാത്ത ഒരു തലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ്. ഒരു ഗ്രാമസഭ വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു PTA മീറ്റിംഗ് വിളിച്ചാൽ ആ പഴയ ആളുകളല്ലാതെ പുതിയ തലമുറയിൽപ്പെട്ട തിരക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകളിലേക്ക് അസാന്നിധ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൂന്യതയായിട്ട് നമ്മുടെ പൊതുമണ്ഡലത്തിൽ കാണുകയാണ്. നമ്മളൊക്കെ ഏത് വിഷയത്തിൽ ഏത് പഞ്ചായത്തിൻ്റെ യോഗം വിളിച്ചു കഴിഞ്ഞാൽ ഈ പെൻഷനേഴ്സ് ആയിട്ടുള്ള ആളുകൾ, റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും വളരെ കൃത്യസമയത്ത് ആ വിളിച്ച സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് നമ്മൾ ഈ പഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്ന 100-100ഓളം യുവജന ക്ലബ്ബുകളുടെ യോഗം വിളിച്ചാൽ ഒരാൾ പോലും പങ്കെടുക്കാത്ത എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ കാലത്തിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തെ ഇതെങ്ങനെ അഭിമുഖീകരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പി കരുണാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം കെ സുജാതൻ പ്രഭാഷണം നടത്തി. വി സുരേന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ പി കമ്മാരൻ നായർ, വി കുമാരൻ മാസ്റ്റർ, വി കേളു മാസ്റ്റർ, വി വിലാസിനി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി എം വി ദാമോദരൻകുട്ടി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എ സതീശൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന്
പെൻഷൻകാരുടെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടംവയൽ യൂണിറ്റ് കുടുംബമേള നടന്നു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിലാണ് മേള നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടംവയൽ യൂണിറ്റ് കുടുംബമേള നടന്നു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിലായിരുന്നു കുടുംബമേള സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസിലുണ്ടായിരുന്ന സമയത്ത് കുറെ കെട്ടുപാടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് സർവീസ് അവസാനിക്കുന്നതോടുകൂടിയിട്ട് അത്തരത്തിലുള്ള വിലക്കുകളും ചങ്ങലകളും ഒക്കെ മാറുകയാണ്. അതോടെ പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാണുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ വർത്തമാനകാലത്ത് ഒരിക്കലും സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്ന് അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നവരെല്ലാം സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പ്രവർത്തകർ എന്നുള്ളത്. കാലം ആവശ്യപ്പെടുന്നത് അതാണ്. വർത്തമാനകാലത്ത് ഒരുപക്ഷെ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തരത്തിലുള്ള രീതികൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാകുകയാണ്. പുതിയ തലമുറയുടെ ചിന്താഗതികളും നമ്മുടേതായിട്ടുള്ള ചിന്താഗതികളും ആശയവിനിമയം ഇല്ലാത്തത് കൊണ്ട് മാത്രം രണ്ട് തരത്തിൽ പോകുന്നത്. ആശയവിനിമയം കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ അവരുടെ രീതികളും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യവും അവരുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണ്. അവർ കാണുന്ന ഒരു കോണിലൂടെയല്ല ഒരുപക്ഷെ നമ്മൾ കാണുന്നത് എന്ന് മാത്രമല്ല, നമ്മൾ കാണുന്ന വീക്ഷണകോണായിരിക്കില്ല അവരുടേതെന്ന് മാത്രം. ചിന്താഗതികൾ, ആശയധാരകൾ ഒരുപോലെ ഉണ്ടാവും. അപ്പം അത് കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ തലമുറയെ ആൽഫ തലമുറ എന്തൊക്കെയോ പേരിട്ടിട്ടാണ് നമ്മൾ വിളിക്കുന്നത്, ന്യൂജൻ എന്നുള്ള രീതിയിൽ. അപ്പം അവര് എല്ലാം ഷോർട്ടായി ഉപയോഗിക്കുകയാണ്. പല കാര്യങ്ങൾക്കും വളരെ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത പോലെ തന്നെ എല്ലാം ഷോർട്ടാണ്. പ്രസിഡന്റ് N. രാധ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടർ NG. രഘുനാഥ് ലഹരി വിരുദ്ധ സന്ദേശം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. KV. സതി സ്വാഗതവും TTV. ലീല നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കള്ളാർ പഞ്ചായത്തിലെ പൂടംകല്ല് അയ്യങ്കാവ് പാലച്ചുരം ബളാൽ റോഡിനോട് അധികൃതർ അവഗണന കാണിക്കുന്നുവെന്ന ആരോപണം. ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കള്ളാർ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ കടന്നുപോകുന്ന പൂടംകല്ല് അയ്യങ്കാവ് പാലച്ചുരം ബളാൽ റോഡിനോട് അധികൃതർ അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ കള്ളാർ പഞ്ചായത്തിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു. യോഗത്തിൽ 100-ൽ പരം ആളുകൾ പങ്കെടുത്തു. ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിരാഹാര സമരവുമായി മുന്നോട്ടു പോകുവാൻ ജനകീയ സമിതി തീരുമാനിച്ചു. ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്നും സമരക്കാർ പറഞ്ഞു. കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ തികച്ചും സഞ്ചാരയോഗ്യമല്ലാതെ മാറിയിട്ടുണ്ട്. കുണ്ടും കുഴിയും അതുപോലെ ഗർത്തം പോലെ ആയിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്ത് പിന്നെ നമ്മളെ ഈ വാർഡിൻ്റെ മെമ്പറോടും അത് പഞ്ചായത്ത് അധികാരികളും പല പ്രാവശ്യം ഈ വിഷയം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവരതിന് ഫണ്ട് വെക്കാമെന്ന് പറഞ്ഞാണ് ഇതുവരെ ഫണ്ട് വെച്ചാലും കാണുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ 7 ലക്ഷത്തി എന്തോ ചെറിയ തുക അതിന് വച്ചിരിക്കുന്നത് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ നടപടിയായി ടെൻഡറായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾക്ക് ഒരു 4 മാസം ഇത് സഹിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതിനു മുമ്പേ അത് ഇലക്ഷൻ വിളിക്കാനും ഒട്ടും മുമ്പ് തന്നെ ഈ എന്തെങ്കിലും ഈ പഞ്ചായത്ത് വിഭാഗത്തിനൊരു ഇടപെട്ട് അതിനൊരു ശാശ്വത പരിഹാരം, അത് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങൾ ആവശ്യം, ഈ നാട്ടുകാരുടെ ആവശ്യം. ഇതിലിപ്പോൾ രാഷ്ട്രീയമോ ബാക്കി അങ്ങനത്തെ ചിന്താഗതിയൊന്നുമില്ല. എല്ലാം ഒത്തുകൂടി നാട്ടുകാർ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മളെല്ലാവരും ഒത്തുകൂടി ചെയ്യുന്ന ഒരു പ്രതിഷേധ ധർണയാണ് പഞ്ചായത്ത് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇത് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ സെക്രട്ടറിക്കും അതുപോലെ ഞങ്ങൾ അതിൻ്റെ നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ടെൻഡർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ വെക്കാൻ തൊട്ട് മുമ്പ് തന്നെ അത് അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ട് അത് പണി തുടങ്ങേണ്ട ഒരു ഭാഗത്തേക്ക് നീങ്ങണം എന്നാണ് ഞങ്ങൾ ഈ പഞ്ചായത്തുകൾ ഇപ്പോൾ തൽക്കാലം പറയുന്നത്. പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനമാർഗം പഞ്ചായത്ത് നടത്തുന്ന കുറച്ച് ഓട്ടോറിക്ഷക്കാരുണ്ട് ആ നാട്ടിൽ. അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. ദിവസം ടയർ അതിൻ്റെ മറ്റ് പാർട്സുകൾ ഈ റോഡിലേക്ക് ഒരു GST കൊണ്ട് നിർത്തിയതിൻ്റെ പ്രകാരം ഓടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്ത് അധികാരികൾ അതിനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിരാഹാര സമരം വരെ നടത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അത് വരുന്ന നാളുകളിൽ മുമ്പോട്ട് പോകാനാണ് തീരുമാനം. T. മധുസൂദനൻ സ്വാഗതം പറഞ്ഞു. AC. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിരാമൻ മാമ്പളം, AK. മാധവൻ അയ്യങ്കാവ്, സീമ സുധാകരൻ, തുളസിക്കുട്ടി, നാരായണൻ കുട്ടിക്കാനം, NCT നാരായണൻ, ജോസ് കരുമാലൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കള്ളാർ.
എരിക്കുളം വലിയപാറയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ കണ്ടെത്തി. മൂർച്ചയുള്ള ആയുധം കൊണ്ട് കോറിയിട്ടതെന്ന് കരുതുന്ന പരുന്തിന്റെയും പാമ്പിന്റെയും ചിത്രങ്ങളാണ് കണ്ടെത്തിയത്. ഇതോടെ ജില്ലയിൽ നിന്ന് മാത്രം കണ്ടെത്തിയ ശിലാചിത്രങ്ങൾ 200 കവിഞ്ഞു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന മടിക്കൈ പഞ്ചായത്തിലെ എരിക്കുളം വലിയപാറയിലെ ശിലാചിത്രമായ തോരണം അന്വേഷിച്ചെത്തിയ ഗവേഷകർ പുൽമേടുകൾക്കിടയിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കോറിയിട്ടതെന്ന് കരുതുന്ന പരുന്തിന്റെയും പാമ്പിന്റെയും ചിത്രങ്ങൾ കണ്ടെത്തി. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര അധ്യാപകനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത്, പ്രാദേശിക പുരാവസ്തു ഗവേഷകൻ സതീശൻ കാളിയാനം, ബറോഡ സർവകലാശാലയിലെ പുരാവസ്തു വിഭാഗം വിദ്യാർത്ഥികളായ അനഘ ശിവരാമകൃഷ്ണൻ, അസ്ന ജിജി എന്നിവർ നടത്തിയ നിരീക്ഷണത്തിലാണ് ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത്. സമീപത്തായി മനുഷ്യന്റെ മുഖത്തിനോട് സാദൃശ്യമുള്ള അവ്യക്തമായ രൂപവും കൊത്തിവച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ രത്നഗിരി മുതൽ വയനാട് വരെ ചെങ്കൽപ്പാറകളിൽ സമാന രീതിയിലാണ് പ്രാചീന മനുഷ്യർ ശിലാചിത്രങ്ങൾ വരച്ചുവച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരത്തിന് സമീപത്തുള്ള ചെങ്കൽപ്പാറകളിൽ കാണപ്പെടുന്ന 1000-ലധികം ശിലാചിത്രങ്ങൾക്ക് 12,000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ നിഗമനം. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിൽ വലിയപാറയിൽ മുമ്പ് തന്നെ തോരണം കൊണ്ട് പ്രസിദ്ധമായൊരു റോക്കാട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നിരീക്ഷണം നടത്തിയപ്പോൾ ഒരു പരുന്തിൻ്റെ രൂപവും ഒരു പാമ്പിൻ്റെ രൂപവും ദൃശ്യമായത്. മുൻകാലങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്ന മനുഷ്യന്മാർ വിശ്രമം ചെലവഴിക്കുമ്പോൾ ഇവിടെ വന്നിറങ്ങുന്ന പരുന്തിനെയും പാമ്പിനെയും കണ്ടിട്ട് ആ രൂപം കൊത്തിയെടുത്തായിരിക്കുവാനാണ് സാധ്യത. നല്ല മൂർച്ചയുള്ള ആയുധം കൊണ്ടാണ് കൊത്തി ഉണ്ടാക്കിയവയാണ് ഈ രൂപങ്ങൾ. പിന്നെ ഈ പാറ വളരെയധികം ഹാർഡാണ്. അതുകൊണ്ട് നമുക്കറിയാം ഇവിടെ മാത്രമാണ് പുല്ല് വളരാത്തത്, ബാക്കിയെല്ലാം പുൽമേടാണുള്ളത്. ഈ ഒരു പ്രദേശം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ചുറ്റുവട്ടത്തും പുല്ലുകളുണ്ടെങ്കിലും ഇവിടെ പുല്ലുമാറ വരാതിരിക്കാൻ വേണ്ടി അത്രമാത്രം ഹാർഡായ ഒരു പാറയിലാണ് ഇവർ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. രത്നഗിരി മുതൽ വയനാട് വരെ കാണപ്പെടുന്ന റോക്കാട്ടുമായിട്ട് സാമ്യതയുള്ള മാർക്കുകളാണ് ഇവിടെ ചിത്രം വരക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എരിക്കുളത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ വിശ്രമവേളകളിൽ പുൽമേടുകൾ നിറഞ്ഞ വിശാലമായ വലിയ പാറയിൽ ഇരതേടി പറന്നിറങ്ങുന്ന പരുന്തിന്റെയും പുല്ലുകൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പിന്റെയും രൂപങ്ങൾ കൊത്തിവെച്ചതായിരിക്കാനാണ് സാധ്യത. മരച്ചില്ലയിൽ പറന്നിറങ്ങുന്ന രീതിയിൽ ഒരു കാൽ പുറത്തേക്ക് നീട്ടിയാണ് പരുന്തിന്റെ ചിത്രം വരച്ചു വെച്ചിട്ടുള്ളത്. നീലേശ്വരം ആലിൻകീഴിലെ പാമ്പുകൊത്തിപ്പാറയിലെ സർപ്പത്തിന്റെ ശിലാചിത്രത്തോട് സാമ്യമുള്ള രൂപമാണ് വലിയ പാറയിലെ സർപ്പത്തിന്റെ ചിത്രത്തിനുള്ളത്. കാഞ്ഞിരപ്പൊയിലിൽ 40-ലധികം ജോഡി പാദമുദ്രകൾ കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു. പുതിയ കണ്ടെത്തലുകളോടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മാത്രം കണ്ടെത്തിയ ശിലാചിത്രങ്ങൾ 200 കവിഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കാഞ്ഞങ്ങാട് നഗരസഭാ ഭരണഭാഷാ വാരാഘോഷത്തിന് സമാപനമായി. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ഭരണഭാഷാ വാരാഘോഷത്തിന് സമാപനമായി. ഭരണഭാഷാ വാരാഘോഷത്തിന്റെ സമാപനം കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസിൽ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കാരണം നമ്മൾ അത്രയും സ്നേഹിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ഭാഷയെയും നമ്മുടെ അമ്മയെയും. ഇത് തൊട്ട് അടുത്ത നമ്മുടെ സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ, കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൻ്റെ ബോർഡ് പോലും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. അത് വളരെ നമ്മൾക്കൊക്കെ ദയനീയാവസ്ഥയാണ്. കാരണം ആ ഭാഷ പഠിച്ചിരിക്കണം. ഏത് ബോർഡായാലും ബസ് മാത്രമല്ല, ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പോലും അവിടുത്തെ മാതൃഭാഷ മാത്രമേ എല്ലായിടത്തും എഴുതുന്നുള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നാലും മലയാളം കൂടാതെ ഹിന്ദിയോ ഇംഗ്ലീഷോ കൂടെ ഉണ്ടാവും. അത് മറ്റ് സ്റ്റേറ്റുകാർക്കൊക്കെ ഒരു ഉപകാരപ്രദമാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാതൃഭാഷ നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ വരും തലമുറകൾക്ക് ഇതിൻ്റെ പ്രാധാന്യം അവരെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ ലത അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ പി അഹമ്മദ് അലി, കെ അനീഷൻ, കെ വി സരസ്വതി, നഗരസഭാ കൗൺസിലർമാരായ 7 സ്റ്റാർ അബ്ദുറഹ്മാൻ, നജീമ റാഫി, എൻ ഇന്ദിര, കെ ആയിഷ, നഗരസഭാ സെക്രട്ടറി എം കെ ഷിബു എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ പ്രഭാവതി സ്വാഗതവും
ലൈബ്രറിയൻ PV രഘുനാഥൻ നന്ദിയും പറഞ്ഞു. മലയാള ഭാഷയും സാഹിത്യവും എന്ന വിഷയത്തിൽ നഗരസഭാ കൗൺസിലർമാർക്കും ജീവനക്കാർക്കും നടത്തിയ പ്രശ്നോത്തരിയിൽ സ്മിത PS, പ്രിയദർശൻ PS എന്നിവർ 1ാം സ്ഥാനവും രാകേഷ് നാരായണൻ, പ്രത്യുഷ KP എന്നിവർ 2ാം സ്ഥാനവും നേടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. ഹോസ്ദുർഗ് NSS കരയോഗ യൂണിയൻ പനത്തടി മേഖലാ സമ്മേളനം നവംബർ 9-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഹോസ്ദുർഗ് താലൂക്ക് NSS കരയോഗ യൂണിയൻ പനത്തടി മേഖലാ സമ്മേളനം നവംബർ 9 ഞായറാഴ്ച ബളാംതോട മായത്തി ക്ഷേത്ര പരിസരത്ത് നടക്കും. NSS ഡയറക്ടർ ബോർഡ് അംഗം MP ഉദയഭാനു ഉദ്ഘാടനം നിർവഹിക്കും. NSS ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് A ബാലകൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. NSS യൂണിയൻ പ്രസിഡന്റ് K പ്രഭാകരൻ നായർ അധ്യക്ഷത വഹിക്കും. TR രാജൻ നായർ സമ്മേളന സന്ദേശം നൽകും. ജയപ്രകാശ്, ശ്രീകുമാർ കോടോത്ത്, ചന്ദ്രമതി അമ്മ, രാജഗോപാലൻ തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K പ്രഭാകരൻ നായർ, വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ കോടോത്ത്, സെക്രട്ടറി P ജയപ്രകാശ്, സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് M നാരായണൻ നായർ, ചെയർമാൻ TR രാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പനത്തടി. കാസർഗോഡ് ജില്ലാ രജിസ്ട്രേഷൻ വകുപ്പ് ഭരണഭാഷാ വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം നടന്നു. ഹോസ്ദുർഗ് പീസ് സ്മാരക മന്ദിരത്തിലാണ് സമാപന പരിപാടി നടന്നത്. കാസർഗോഡ് ജില്ലാ രജിസ്ട്രേഷൻ വകുപ്പ് ഭരണഭാഷാ വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം നടന്നു. ഹോസ്ദുർഗ് പീസ് സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു സമാപന സമ്മേളനം നടന്നത്. ജില്ലാ രജിസ്ട്രാർ ഫിറോസ് TM ഉദ്ഘാടനം നിർവഹിച്ചു. 70-ാം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഭരണഭാഷയായ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 2013-ലാണ്. സംസ്ഥാനം വിവിധ പരിപാടികളോടുകൂടി ഭരണഭാഷാ വാരാഘോഷത്തിന് നടത്തി വരികയാണ്. സംസ്ഥാനത്തെ സർക്കാർ വകുപ്പുകളിൽ ഏറ്റവും പഴക്കവും പാരമ്പര്യവുമുള്ള രജിസ്ട്രേഷൻ വകുപ്പും നവംബർ 1 മുതൽ വിവിധ പരിപാടികളോടുകൂടി എല്ലാ ഓഫീസുകളിലും ഭരണഭാഷാ വാരാഘോഷം സംഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1865
കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് രാജ്യത്ത് തന്നെ ആദ്യത്തെ രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വന്നത്. മാത്രമല്ല, രണ്ടാമത് ഓഫീസ് സമാപന സമ്മേളനം സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗാണ് എന്നത് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവിടുത്തെ കറുപ്പത്തോട്ടങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടായിരുന്നു ഭൂമി രജിസ്ട്രേഷൻ സംവിധാനം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്. ഇന്ന് സംസ്ഥാനത്തിൻ്റെ വരുമാന സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട 2 വകുപ്പുകളിൽ ഒന്ന് രജിസ്ട്രേഷൻ വകുപ്പാണ്. രജിസ്ട്രേഷൻ വകുപ്പും കാലത്തിനൊപ്പം എന്ന മുഖസന്ദേശവുമായി വകുപ്പ് ആധുനികവൽക്കരണത്തിൻ്റെ പാതയിലാണ്. ആധുനിക വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി അടിസ്ഥാന സൗകര്യ വികസനത്തിലും സേവന മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഹോസ്ദുർഗ് സബ് രജിസ്ട്രാർ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. അധ്യാപകനായ കലേഷ് മാണിയാടൻ മുഖ്യപ്രഭാഷണം നടത്തി. PK സാജൻ കുമാർ ചടങ്ങിൽ സംസാരിച്ചു. സബ് രജിസ്ട്രാർമാർക്കുള്ള ജില്ലാതല പുരസ്കാരങ്ങൾ ഷുക്കൂർ MK, സുനിൽകുമാർ VR, അരുൺകുമാർ K, ബേബി VK, MG വിജയൻ, സജിത് VV, അനീഷ് കുമാർ P, മധുസൂദനൻ VV, വിനോദ് R എന്നിവർ ഏറ്റുവാങ്ങി. ഭരണഭാഷാ വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് നടത്തിയ മത്സരങ്ങളിലെ വിജയികളായ രഞ്ജു MV, സുബിൻ, ചന്ദ്രൻ P, ജിജി VV, പ്രസന്ന V എന്നിവർക്ക് സമ്മാനദാനം നടത്തി. സുനിൽകുമാർ VR സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ MG വിജയൻ, വിനോദ് VV, TV രതീഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ജയരാജ് P നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോ തൊഴിലാളി യൂണിയൻ ചാമുണ്ടിക്കുന്ന് യൂണിറ്റ് സമ്മേളനം നടന്നു. മുക്കൂട് റെഡ് സ്റ്റാർ ക്ലബിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. ഓട്ടോ തൊഴിലാളി യൂണിയൻ ചാമുണ്ടിക്കുന്ന് യൂണിറ്റ് സമ്മേളനം മുക്കൂട് റെഡ് സ്റ്റാർ ക്ലബിൽ വെച്ചാണ് നടന്നത്. ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കുക, ചാമുണ്ടിക്കുന്നിൽ പൊതു ശൗചാലയം നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി ഉണ്ണി നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് സമ്മേളനം കൂടുമ്പോൾ തന്നെ റെയിൽവേക്ക് പ്രത്യേകിച്ച് ബഡ്ജറ്റേ ഇല്ല. ആ ബഡ്ജറ്റ് എന്ന സംവിധാനമേ ഇല്ലാത്ത ഒരു സ്ഥിതിക്ക് മാറുകയാണ്. അപ്പോൾ ആ 90 കാലഘട്ടത്തിൽ നമ്മുടെ റെയിൽവേ മേഖലയെ ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന 10-18 ലക്ഷത്തോളം തൊഴിലാളികൾ ആ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ 10-35 വർഷത്തിന്റെ ഒട്ടനവധി മാറ്റങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിൽ കൂടി കടന്നു പോകുന്ന കൊങ്കൺ റെയിൽവേ ഉൾപ്പെടെ വലിയ വലിയ വികസനങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നാലും 10-18 ലക്ഷത്തോളം പണിയെടുത്തുകൊണ്ടിരുന്ന ആ മേഖലയിൽ ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ തന്നെ അങ്ങനെ ഇല്ല തൊഴിലാളികൾ 18 പകരം 10-25 ലക്ഷം തൊഴിലാളികൾ പണിയെടുക്കേണ്ട ഒരു മേഖല ആയി മാറേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഹിതപരിശോധന പരിശോധിച്ചാൽ തന്നെ 8-9-10 ലക്ഷം തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോഴും റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് കുന്നുപാറ അധ്യക്ഷത വഹിച്ചു. UK പവിത്രൻ, ഉണ്ണി പാലത്തിങ്കാൽ, PR രാജു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കരുണാകരൻ ചാമുണ്ടിക്കുന്ന്, രാജീവൻ കന്നിക്കുളങ്ങര എന്നിവർ സംസാരിച്ചു. സജേഷ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. രാജേഷ് കുന്നുപാറ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി ചാരി നാരായണൻ സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ രതീഷ് OK വരവ് ചെലവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി രാജേഷ് കുന്നുപാറയെയും സെക്രട്ടറിയായി ചാരി നാരായണനെയും ട്രഷററായി രതീഷ് OKയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാമുണ്ടിക്കുന്ന്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ ടൗൺ FC ക്ലബിന്റെ നേതൃത്വത്തിൽ ഉത്തരമേഖല ചിത്രരചനാ മത്സരം നടത്തി. വടക്കേക്കോവൽ മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചിത്രരചനാ മത്സരം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. 4 വയസ്സ് മുതൽ 17 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായി തൃക്കരിപ്പൂർ ടൗൺ FC ക്ലബിന്റെയും ഗ്രന്ഥാലയം ബാലവേദിയുടെയും നേതൃത്വത്തിൽ വടക്കേക്കോവൽ മദ്രസ ഓഡിറ്റോറിയത്തിൽ 3 വ്യത്യസ്ത വിഭാഗങ്ങളിലായി സംഘടിപ്പിച്ച വർണ്ണപ്പകിട്ട് ചിത്രരചനാ മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 100-ൽ പരം പേർ പങ്കെടുത്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രന്ഥാലയത്തെ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ ആവശ്യമായ സംവിധാനവുമായി ഇതിന്റെ ഭാഗവാഹികൾ മുന്നോട്ട് വരണം. അതോടൊപ്പം തന്നെ ഈ പരിപാടി വീട്ടിൽ കൊണ്ടുപോകുന്ന ചെറിയ കുട്ടികളാണ്. രാവിലെ ഇവിടെ എത്തിയതാണ്. 10 മണിക്കാണ് പരിപാടി വെച്ചത്. അല്പം വൈകി അവർക്ക്
എത്രപ്പെട്ടത് കുട്ടികളെ കൊണ്ട് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചടങ്ങിൽ ഇത്രയും നല്ല ആകർഷകമായ രീതിയിലുള്ള നല്ല സംവിധാനങ്ങളൊക്കെ ഒരുക്കി കുട്ടികളെ ഈ മത്സരങ്ങളിലേക്ക് എത്തിച്ച ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയും ഈ ചടങ്ങിൽ ഞാൻ ഔപചാരികമായി ഉണ്ടാകുന്നതായി പ്രഖ്യാപിക്കുകയും ടൗൺ എസ് സി ക്ലബ് പ്രസിഡന്റ് എ.ജി. അക്ബർ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ വി.കെ. രതീശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്ലബ് ജനറൽ സെക്രട്ടറി അഖ്ദസ് അബൂബക്കർ, വടക്കേക്കോവൽ ജമാഅത്ത് പ്രസിഡന്റ് എം.കെ. മുഹമ്മദ് കുഞ്ഞി ഹാജി, ജനറൽ സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ, അഡ്വക്കേറ്റ് എം.ടി.പി. കരീം, എ.ജി.സി. മുസഫിർ, എൻ. സമീർ, എം. നൌഷാദ്, കെ.വി. കൃഷ്ണപ്രസാദ് വൈദ്യർ, സി.കെ. മൻസൂർ, എ.എം. ഫസലുർ റഹ്മാൻ, ഒ.ടി. സുൽഫത്ത് എന്നിവർ സംസാരിച്ചു. ചിത്രകാരന്മാരായ കെ.വി. മധുസൂദനൻ, ഷീബ ബാബു എന്നിവർ മത്സരം നിയന്ത്രിച്ചു. പിഞ്ചുകുട്ടികളുടെ കളറിംഗ് മത്സരത്തിൽ വടക്കേക്കോവലിലെ ഹന ഫാത്തിമ 1ാം സ്ഥാനവും പരപ്പയിലെ അഹമ്മദ് സയാൻ 2ാം സ്ഥാനവും നേടി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയിലെ മോഷണം മുഴുവൻ നടന്നത് ഇടത് സർക്കാരിന്റെ കാലത്തെന്ന രമേശ് ചെന്നിത്തല. ദേവസ്വം മന്ത്രിമാരും ദേവസ്വം പ്രസിഡന്റുമാരുമാണ് പ്രതികൾ. അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണക്കടത്താണ് നടന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റിയത് കൊണ്ട് മാത്രം രക്ഷപ്പെടാനാകില്ലെന്നും ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ 30 മുതൽ മൊഗ്രാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിൽ മുതിർന്ന നേതാക്കളെയും പ്രൊഫഷണലുകളെയും ഇറക്കി ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി CPIM. LDF-ൽ സീറ്റ് വിഭജന ചർച്ച ഏതാണ്ട് പൂർത്തിയായി. ശ്രീകൃഷ്ണ മന്ദിർ റോഡ് കോൺക്രീറ്റ് ഡ്രെയിനേജ് സൈറ്റ് ഇന്റർലോക്ക് പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. മിനിമം വേതനം 26,000 രൂപയാക്കണമെന്ന ആവശ്യം. ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു. കാനറ ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഹോസ്ദുർ കാർഷിക വികസന ബാങ്ക് ഹാളിൽ നടന്നു. AKBEF ജില്ലാ സെക്രട്ടറി ജയരാജൻ KV ഉദ്ഘാടനം ചെയ്തു. ചെന്തളം പുതിയ വളപ്പ് ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം 2026 ഏപ്രിൽ 3, 4, 5 തീയതികളിൽ രാശിചിന്തയും ആഘോഷ കമ്മിറ്റി രൂപീകരണവും നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.